അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി മുട്ട ചമ്മന്തിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണങ്ങി തൊലിയൊക്കെ കളഞ്ഞ 5 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ട തേങ്ങയാണ്. അരമുറി തേങ്ങ ചിരവി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പുതിന, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, ചെറിയുള്ളി ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. കാന്താരി നല്ല എരിവിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നല്ല ചമ്മന്തിന്റെ പരുവത്തിലാവണം. ഇപ്പൊ നല്ല ചമ്മന്തിന്റെ പരുവത്തിലായിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് അരക്കുമ്പോൾ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ മറന്നുപോയോണ്ടാണ് ഇപ്പൊ മിക്സ് ആയി കൊടുക്കുന്നത്. ഇനി ഓരോരോ മുട്ടേന്റെയും കാമ്പ് നമുക്ക് എടുക്കാം. കാമ്പും കൂടി എടുത്താലേ ഈ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് വരൂ. അങ്ങനെ ഓരോരോ മുട്ടയായിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കാമ്പ് എടുത്ത് ചമ്മന്തിന്റെ ഒപ്പരം ഇട്ട് കൊടുത്തു. ഒരു മുട്ടേന്റെ കാമ്പ് പുറത്ത് വന്ന പോലെ ആയിട്ടുണ്ട്. മുട്ട വെന്ത് വരുമ്പോ അങ്ങനെ ആവുന്നതാണ്. ഇപ്പൊ ഓരോരോ മുട്ടേന്റെയും കാമ്പായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂണിനെ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കണം. കാമ്പ് നല്ലോണം പൊടിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ മുട്ടയിലേക്കായിട്ട് ഒന്ന് നിറച്ചു കൊടുക്കാം. നല്ലോണം നിറച്ചു കൊടുക്കണം. മുട്ടേന്റെ ഗ്യാപ്പെല്ലാം അടഞ്ഞ് നല്ലോണം നിറച്ചിട്ടുണ്ട്. ഓരോരോ മുട്ടയും ഇങ്ങനെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നെയ്ക്കത്തിട്ടൊന്ന് മുക്കി പൊരിക്കണം. ഇതൊന്ന് കടലമാവിൽ മുക്കിയിട്ട് ഒന്ന് മുക്കി പൊരിക്കുക. മൈദപ്പൊടിയും കടലപ്പൊടിയും ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് മിക്സ് ആക്കിയ മാവാണ്. ഇനി ഇത് ഓരോന്നായിട്ട് നെയ്ക്കത്തിട്ട് മുക്കി പൊരിച്ചു. നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.